ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷീറ്റിനെ നമ്മൾ സ്റ്റിക്കറാക്കി മാറ്റാൻ പോവുകയാണ്. ഇതിലുള്ള ഓരോ ഇമേജസിനെ നമ്മൾ സ്റ്റിക്കറാക്കി മാറ്റാൻ പോവുകയാണ്. ആദ്യം ഇങ്ങനത്തെ ഒരു ഏതെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ഷോപ്പിൽ ചെന്നിട്ട് ജസ്റ്റ് ഒരു പ്രിൻ്റ് അയച്ചു കൊടുത്താൽ അതിങ്ങനെ പേപ്പറിലായിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കും. അപ്പോൾ ജസ്റ്റ് ഒരു പീസിന് എനിക്കൊന്ന് ഒരു പേപ്പറിന് 10 രൂപ ആ റേഞ്ചൊക്കെ ആകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ജസ്റ്റ് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു പ്രിൻ്റ് എടുക്കുന്നതെങ്കിൽ പിക്ചേഴ്സ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ലപോലെ ഇതാണ് കട്ട് ചെയ്തെടുക്കുക. അതണക്ക് എല്ലാം അതണക്ക് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നല്ലപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ഏതെങ്കിലും ഒരു നല്ല ബട്ടർ ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങളെ പഴയ ഇതിനകത്തുള്ള ഒരു സ്റ്റിക്കർ ഷീറ്റോ അല്ല പഴയത് യൂസ്ഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഞാൻ എൻ്റെ ഇതണത്തെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് അത് യൂസ് ചെയ്യാൻ വേണ്ടി ആ പാട്ടൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമുക്കിനി ടേപ്പാണ് വേണ്ടത്. ആ ടേപ്പ് എടുത്തിട്ട് എന്താണ് ഇതിൽ നിങ്ങൾക്ക് ഡബിൾ ലെയർ ആക്കണമെങ്കിൽ ഞാനിപ്പം കുറേ ടേപ്പ് കളയാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ലെയർ എടുക്കുന്നുള്ളൂ, നമുക്ക് ആവശ്യത്തിന് മാത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേന്ന് പറയുന്നത് ജസ്റ്റ് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഫുൾ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് എല്ലാത്തിലും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പരമാവധി ടേപ്പ് ഇതാക്കാത്ത രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പം ശ്രദ്ധിക്കണം, നമ്മൾ ടേപ്പ് ഇതിൻ്റെ കൂടെ മുകളിൽ കൂടെ ഒട്ടിക്കുമ്പോഴത്തേക്ക് എന്താണ് ഇത് കയറി അങ്ങ് എന്താണ് ടേപ്പിലിങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന കണക്കാവും. അപ്പോൾ നമ്മൾ ഉടനെ വെച്ച് എന്താ പിടിച്ച് മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ ബാക്കിയുള്ളതും കൂടി അങ്ങനെ നമുക്ക് ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ ചില ചുളിഞ്ഞൊക്കെ വരും. ഫ്രണ്ടൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇതാക്കൊണ്ട് തന്നെ പോകുക. അല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് പാവം അല്ലാതെ കയറി ഒട്ടുമ്പോഴത്തേക്ക് ചുളുങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചുളിവ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കുറച്ച് ടേപ്പേ ഇങ്ങനെ എടുക്കാൻ പാടുള്ളൂ. ഫുൾ ടേപ്പും ഇങ്ങനെ വലിച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ച് ചെയ്യാൻ പാടില്ല. കുറച്ച് ടേപ്പ് മാത്രമാക്കി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കണക്ക് അടുത്ത ലെയർ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മളിങ്ങനെ ഒട്ടിച്ചില്ലേ ടേപ്പ് ഒട്ടിച്ചു അതിൽ എന്താണ് ആ കേക്കിൻ്റെ ഭാഗമൊന്നും ഒരു ഒരു പീസ് കേക്കില്ലേ ആ ഒരു ഇതിൽ കിടക്കുന്ന സ്റ്റിക്കറിൻ്റെ അപ്പം ആ സ്റ്റിക്കറിൻ്റെ കുറച്ച് ഭാഗമൊന്നും കവറായിട്ടില്ല. അപ്പം എന്താണ് അതും കൂടി വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഒന്നും കൂടി സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കവറാകും. അങ്ങനെ വേണം നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ. ഇങ്ങനെ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയില്ലെങ്കിൽ ഇതിൻ്റെ പേപ്പർ വാങ്ങിയിട്ടും ഇങ്ങനത്തെ സ്റ്റിക്കർ ഷീറ്റ് പോലത്തെ ഒരു പേപ്പർ വാങ്ങിയിട്ടും അപ്പം അത് വാങ്ങിച്ചിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചാലും മതി. ഒട്ടിക്കുമ്പോഴത്തേക്ക് ഒരു സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം വരാൻ, അപ്പോഴത്തേക്ക് ചുളിവൊന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനെ ഞാൻ പ്രസ് ചെയ്ത് വന്നാലുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കൊന്നും ചുളിവൊന്നും ഉണ്ടാകത്തില്ല. അത് കണക്ക് എയർ ബബിൾസ് ഇടയ്ക്ക് കയറി അത് കാണാൻ ഒരു ഇത് വരത്തില്ല. നമ്മൾ സ്റ്റിക്കേഴ്സ് എങ്ങനെയാണോ സ്റ്റിക്കേഴ്സ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നിരിക്കുന്ന ആ ഒരു ഗ്ലിസറിങ്ങും എല്ലാം കിട്ടുകയും ചെയ്യും, ആ ഒരു ഒട്ടിപ്പും കിട്ടും. അപ്പം എല്ലാം ഇത് കണക്ക് ഇങ്ങനെ കവർ ചെയ്ത് എടുക്കുക. നമ്മൾ ഇപ്പം ഒരു ഘട്ടം തീർന്നു, ഇനി അടുത്ത് നമുക്ക് കുറച്ചും കൂടി ആ ഒരു ഭാഗത്തിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട, അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഇത്തിരി വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കണക്ക് അടുപ്പിച്ച് അതിനോട് ചേർത്ത് തന്നെ കട്ട് ചെയ്താൽ സ്റ്റിക്കറും അതേ കണക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് ജസ്റ്റ് ഒരു ഗ്ലേസിങ് മാത്രമേ ഉള്ളൂ നിൽക്കുന്നത്, ഒട്ടിക്കത്തില്ല. സൈഡിലും കൂടി ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് കട്ട് ചെയ്താൽ മാത്രമേ അത് ഒട്ടത്തുള്ളൂ. അതാണ് ഒട്ടുന്നത്. ബാക്കിലൊന്നും നമ്മൾ അതിൻ്റെ ആ ഒരു ഷീറ്റിൻ്റെ ബാക്കിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒരു ലെയറിങ് കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. കുറച്ചെല്ലാം അതേ കണക്ക് വിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അത് കണക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അത് കമൻറ്റിലൂടെ അറിയിക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ലാവൻഡൽസ് എന്ന് പറയുന്നതിൽ മെസ്സേജ് അയച്ചാലും മതി. ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിച്ചാലും മതി. അതിന് എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, അതിനെപ്പോഴും ഞാൻ പരമാവധി റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അതേ കണക്ക് തന്നെ ഞാനൊരു ഗീവ് അവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് വെളിയിൽ നിന്നൊന്നും വാങ്ങിച്ചല്ല, ജസ്റ്റ് ഞാൻ ചെയ്ത സാധനങ്ങൾ തന്നെ DIY ആയിട്ട് ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ഗീവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് വലുതായ ഒരു 1K ആ ഒരു രീതിക്ക് ആകുമ്പോൾ നമുക്ക് ഗീവ് അവേ വെളിയിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാഷ് ടേപ്പും ജേണൽ സെറ്റും അതേ കണക്കുള്ള ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ അതെനിക്ക് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ആ ടൈമിൽ എൻ്റെ കയ്യിൽ എങ്ങനെയാണോ ഉള്ളത് ആ ഒരു രീതിയിൽ ഞാൻ സാധനങ്ങൾ കൂട്ടിയും എനിക്ക് ഞാൻ ഗീവ് അവേ തരാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അത്രയ്ക്ക് സബ്സ്ക്രൈബൊന്നും ഇപ്പോൾ ആവാത്തതുകൊണ്ടും ഇൻഷാ അല്ലാഹ് ആവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എല്ലാവർക്കും ഗീവ് അവേ തരും.
അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അത് കണക്ക് ഈ ഒരു സാധനം DIY ചെയ്യുന്ന സാധനങ്ങൾ തന്നെ തരുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അറിയിക്കുക. ഇങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യാം. ഈ ഒരു സ്റ്റിക്കേഴ്സും അത് കണക്ക് എന്താണ് ഞാൻ ചെയ്തിട്ടുള്ള വാൾ ഡെക്കേഴ്സും വാൾ ഹാങ്ങിങ്സും അതൊക്കെയാണ് ഞാൻ ഗിവ് തരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പം താല്പര്യമുള്ളവർ ഗിവ് വേണം എന്നുള്ളൊരു കമൻറ്റിലൂടെ അറിയിക്കുക. ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല. അതേ കണക്ക് ഇത് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഓരോ തവണ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ സൈഡിലോട്ട് കയറിപ്പോകാൻ നോക്കണം. ആ സൈഡിലോട്ട് കയറിപ്പോയാൽ അവിടെ ജസ്റ്റ് ഒട്ടിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ ഒട്ടാതെ ഇങ്ങനെ ഇരിക്കും. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒട്ടാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കയറ്റി വെക്കാം. സീക്രട്ട് മെസ്സേജോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റും. ജസ്റ്റ് എന്നിട്ട് ഇതണക്കെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനൊരു എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാം ഏകദേശം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാൻ സ്റ്റിക്കേഴ്സ്. കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചത്. എളുപ്പമാണ് ഈ രീതി ചെയ്യാൻ. പിന്നെ ഡബിൾ സ്റ്റിക്കറിങ് ചെയ്യാൻ പറ്റും. ബാക്കിലും നല്ലപോലെ ഒട്ടുന്ന രീതിയിൽ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഈ ഒരു ഷീറ്റിൻ്റെ ബാക്കിൽ നല്ലപോലെ ഒട്ടുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാം. അപ്പം നമ്മളെല്ലാ സ്റ്റിക്കേഴ്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ജേർണലിംഗ് ബുക്കും ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റും കൂടി ഞാൻ ലിങ്കിൽ കൊടുത്തേക്കാം. ഇതൊരു കുഞ്ഞ് ഷോർട്ട്സായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്കൊന്നും കൂടി ഇതണത്തൊരു ബുക്ക് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ എളുപ്പമാണ്, സിമ്പിളായിട്ട് ചെയ്തൊരു ബുക്കാണ്. ജസ്റ്റ് നിങ്ങൾക്കൊരു പാറ്റേൺ പേപ്പർ അതൊക്കെ മതി. അപ്പോൾ അത് വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.